നമസ്തേ, ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രസവത്തിൻ്റെ സമയമൊക്കെ അടുക്കാറാവുമ്പോൾ ചിലപ്പോൾ ഗർഭിണികൾ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അറിയാതെ കണ്ടിന്യൂസ് ആയിട്ട് മൂത്രം പോവുകയാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് വളരെ കൂടുതലാണ് എന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ഈ വെള്ളം പോകുന്നത്, കുഞ്ഞിന് ചുറ്റുമുള്ള ആ ഫ്ലൂയിഡ് പോകുന്നത് അറിയാതെ ഞങ്ങളെ സമീപിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ വെള്ളം പോകുന്നത്, എങ്ങനെ അറിയാം, എന്താണ് അതിൻ്റെ സിംറ്റംസ്, ഈ വെള്ളം പോയി കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ടോ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. കുഞ്ഞ് ഒരു അമ്നിയോട്ടിക് സൈക്കിൾ, അതായത് ഒരു മെംബ്രെയിൻ കൊണ്ട് കവറായിട്ടുള്ള ഒരു ബാഗിലാണ് കുഞ്ഞ് കിടക്കുന്നത്. ആ കുഞ്ഞിന് ചുറ്റും ഒരു ഫ്ലൂയിഡുണ്ട്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ് ഈ ലീക്കാവുന്ന അവസ്ഥയാണ് ഈ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് നമ്മൾ പറയുക. സാധാരണഗതിയിൽ പ്രസവത്തിൻ്റെ ആ സമയത്ത്, ആ പ്രസവത്തിൻ്റെ പ്രോസസ്സിൽ, അല്ലെങ്കിൽ അതിന് 24 മണിക്കൂർ മുമ്പാണ് ഭൂരിഭാഗവും ഈ വെള്ളം പൊട്ടിപ്പോകാറുള്ളത്. ഈ വെള്ളം പൊട്ടിപ്പോകുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? സാധാരണ ചിലപ്പോൾ അത് ഒരു ഗഷായിട്ട് വെള്ളം പൊട്ടിപ്പോകാം. നമുക്ക് സഡനായിട്ട് കുറച്ച് വെള്ളം അങ്ങ് പോകുന്ന അവസ്ഥ, കാലേ കൂടെയൊക്കെ ഒഴുകി ഇറങ്ങി പോകുന്ന അവസ്ഥ. ചിലർക്ക് അങ്ങനെ അറിയണമെന്നില്ല, കുറേശ്ശെയായിട്ടുള്ള ലീക്കായിട്ടും വരാം. അപ്പോൾ ഈ കുറേശ്ശെയായിട്ടുള്ള ലീക്കായി വരുമ്പോഴാണ് യൂഷ്വലി ഇങ്ങനെ ഒരു സംശയം വരിക, ഇത് മൂത്രമാണോ അതോ ഡിസ്ചാർജ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുക, ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാഡ് ഉപയോഗിക്കുക. എന്നിട്ട് ഈ പാഡ് സോക്കാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സാധാരണ യൂറിനാണെങ്കിൽ നമുക്കറിയാം, യൂറിൻ്റേതായ സ്മെല്ലുണ്ട്. പക്ഷേ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് അങ്ങനത്തെ ഒരു സ്മെല്ലല്ല, ഒരു സ്വീറ്റ് ആൻഡ് സ്മെല്ലാണെന്ന് പറയാം. ആ യൂറിൻ്റെ സ്മെല്ലുമായിട്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതുപോലെ ക്ലിയർ ഫ്ലൂയിഡ് ആകാം യൂഷ്വലി. അപൂർവമായിട്ട് ചിലപ്പോൾ ഈ മെക്കോണിയം പാസ് ചെയ്യുന്ന അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ മെക്കോണിയം ഒക്കെ ആണെങ്കിൽ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ ഉണ്ടാവാം. അതുപോലെ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാഡ് വെച്ച് നോക്കുക. നന്നായിട്ട് നനയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വെള്ളം പോകുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് ചെല്ലുക. പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ 40 ആഴ്ചയാണല്ലോ. അപ്പോൾ 37 ആഴ്ച കഴിയുമ്പോൾ നമ്മളത് ടേമായി എന്ന് പറയും. അപ്പോൾ ഈ ടേമായി കഴിഞ്ഞിട്ട് വെള്ളം പൊട്ടിപ്പോയി കഴിയുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ അത് ഒരു വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല. കാരണം ഓൾറെഡി കുഞ്ഞ് മച്ചുറായി. അപ്പം വെള്ളം പോയി കഴിഞ്ഞാൽ യൂഷ്വലി അതിൻ്റെ പുറകെ സാധാരണഗതിയിൽ 24 മണിക്കൂറിനകം യൂഷ്വലി ഈ ഡെലിവറിയുടെ ആ പ്രോസസ്സ്, ആ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം നേരത്തെ പൊട്ടിപ്പോകുന്നത് എന്ന് നോക്കാം. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ വെള്ളം പൊട്ടിപ്പോകാം. ചിലർക്ക് ഈ ഇൻഫെക്ഷൻസ് കൊണ്ട് എന്തെങ്കിലും ആവാം. അതായത് യൂട്രസിൻ്റെ നെക്കിലോ വജൈനയിലൊക്കെയുള്ള ഇൻഫെക്ഷൻ കാരണം ഈ മെംബ്രെയിൻ വീക്കായിട്ട് അങ്ങനെ പോകാം. ഈ യൂട്രസ് വല്ലാതെ ഡിസ്റ്റൻറ്റഡ് ആയി കഴിയുമ്പോൾ, അതായത് ഈ അമ്നിയോട്ടിക് സാക്ക് നമ്മൾ പറഞ്ഞ ഒരു ബാഗിലാണ്, ആ ബാഗ് വല്ലാതെ ഡിസ്റ്റൻറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു സർട്ടൻ ടൈം കഴിയുമ്പോഴത്തേക്ക് ഇതിന് സ്ട്രെച്ച് ചെയ്ത് അത് മെംബ്രെയിൻ വീക്കായി ഇതുപോലെ പൊട്ടി വെള്ളം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്വിൻസിൽ അതുപോലെ കൂടുതൽ പോളിഹൈഡ്രാമിനസ് പറയും, കുഞ്ഞിന് ചുറ്റും കൂടുതൽ ഫ്ലൂയിഡ് ഉള്ളപ്പോൾ ഈ സാക്ക് വല്ലാതെ അങ്ങ് ഡിസ്റ്റൻറ്റഡ് ആയി കഴിയുമ്പോഴും ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഈ വെള്ളം നേരത്തെ പൊട്ടിപ്പോകാനുള്ള കോസുകൾ. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ് ഡോക്ടർ ചെയ്യുക? സാധാരണ നിങ്ങളോട് നിങ്ങളുടെ ഹിസ്റ്ററി ചോദിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ കാലിൽ കൂടെ വെള്ളം ഒഴുകിപ്പോയോ, എന്താണ് ഈ വെള്ളത്തിൻ്റെ കളറുണ്ടായിരുന്നോ, എന്തെങ്കിലും സ്മെല്ലുണ്ടായിരുന്നോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ, അതുപോലെ അപ്പം പിന്നെ നിങ്ങളെ ചെക്ക് ചെയ്യും. അപ്പോൾ ആ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്പെക്കുലം, ഒരു സ്റ്റെറൈലായിട്ടുള്ള ഒരു സ്പെക്കുലം, ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റാലിക് ഒരു ഇൻസ്ട്രുമെൻറ്റ് യോനിക്കകത്തേക്ക് കടത്തി ഡോക്ടർക്കപ്പം ഈ യൂട്രസിൻ്റെ നെക്ക്, ആ സർവിക്സിലൂടെ ഈ ഫ്ലൂയിഡ് പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഈ ചെക്ക് ചെയ്യുമ്പോൾ ഈ യോനിയിൽ ഈ യൂട്രസിൻ്റെ നെക്കിൻ്റെയൊക്കെ പുറകിലായിട്ട് ഈ ഫ്ലൂയിഡ് പൂളി ചെയ്ത് കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് തന്നെയാണ് എന്ന്. ചിലർക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ ഡെഫിനറ്റായിട്ട് ഹിസ്റ്ററി പറയുന്നുണ്ട്, ഇങ്ങനെ കാലേ കൂടെ ഒഴുകിപ്പോയി എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതിന് ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട്. യൂട്രസിൻ്റെ നെക്ക് അടഞ്ഞാണ് നമുക്കിപ്പോൾ മെംബ്രെയിൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളപ്പം ഈ ഫ്ലൂയിഡ്, അതിൻ്റെ pH, അതിൻ്റെ ചില
ചില പ്രത്യേക നേച്ചറൊക്കെ നമുക്കറിയാൻ വേണ്ടി ഇത് ഫ്ലൂയിഡ് തന്നെയാണോ അതോ എന്തെങ്കിലും ഡിസ്ചാർജ് ആണോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ ഇത് വെള്ളം പൊട്ടിപ്പോകുന്നില്ല, ഫ്ലൂയിഡ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി നമ്മളൊന്നുകൂടെ അൾട്രാസൗണ്ടും ചെയ്യും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകിപ്പോയവരിൽ തീർച്ചയായിട്ടും ആ ഫ്ലൂയിഡിൻ്റെ കുറവ് കാണാറുണ്ട്. പക്ഷേ ഇതുപോലെ കുറേശ്ശെയായിട്ടുള്ള ലീക്കാണെങ്കിൽ നമുക്ക് ആ അൾട്രാസൗണ്ടിൽ പെട്ടെന്ന് ഈ അൾട്രാസൗണ്ടിൻ്റെ ഫ്ലൂയിഡിൻ്റെ വ്യത്യാസം പെട്ടെന്ന് അറിയണമെന്നില്ല. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഈ വെള്ളം പൊട്ടിപ്പോയി എന്ന് ഉറപ്പ് വന്നാൽ നമ്മൾ അഡ്മിറ്റാക്കി പേഷ്യൻറ്റിന് പിന്നെ അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കും. ഉള്ളു പരിശോധിച്ച് നോക്കിയിട്ട് അവരുടെ പ്രസവത്തിനോട് അടുത്തിട്ടുണ്ടോ, യൂട്രസൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ടോ, അപ്പം നമുക്ക് മെംബ്രെയിൻ നമുക്ക് ഫീൽ ചെയ്യാം. യൂട്രസ് ഓപ്പൺ ആണെങ്കിൽ ആ ഉള്ളു പരിശോധനയിൽ നമുക്ക് മെംബ്രെയിൻ ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം പോകുന്നുണ്ട്, വെള്ളം പൊട്ടിപ്പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ളപ്പോൾ സാധാരണ നമ്മൾ അഡ്മിറ്റാക്കും. അങ്ങനെയല്ല, നമുക്ക് വെള്ളം ബാഗ് ഓഫ് മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വെള്ളം പോയിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ പേഷ്യൻറ്റിനോട് നമ്മൾ തിരിച്ച് വീട്ടിൽ വിടും. അവർക്ക് ഡിസ്ചാർജ് വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു വിടും. പിന്നെ അവരുടെ ബ്ലഡ് കൗണ്ടും യൂറിന് അങ്ങനത്തെ എല്ലാ വർക്കപ്പും നമ്മൾ ചെയ്തതിന് ശേഷമാണ്, അവർക്ക് ഇൻഫെക്ഷനൊന്നുമില്ല, ഒരു സ്വാബും എടുത്ത് നോക്കും ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും ഈ വജൈനയിൽ ഈ സർവിക്സിലൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട്. അപ്പോൾ അതിന് ശേഷം അവർക്ക് അവർ പ്രസവത്തിൻ്റെ ഒട്ടും ആയിട്ടില്ല, വെള്ളവും ഒട്ടും പോയിട്ടില്ല എന്നാണെങ്കിൽ അവരെ തിരിച്ച് വീട്ടിൽ വിട്ടിട്ട് അടുത്ത അപ്പോയിൻമെൻറ്റിന് വരാൻ പറയും. അതല്ല, വെള്ളം പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവരോട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. സാധാരണ വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലം വരാവുന്നത്? നമുക്കറിയാം, കുഞ്ഞിന് ചുറ്റുമുള്ള ഈ മെംബ്രെയിൻ കുഞ്ഞിന് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറാണ്. ഇൻഫെക്ഷനൊന്നും അകത്തേക്ക് കയറാതെ ഈ കുഞ്ഞിലേക്ക്, ആ യൂട്രസിലേക്ക്, ഫ്ലൂയിഡിലേക്കൊന്നും ഈ ഇൻഫെക്ഷൻ കയറാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ മെംബ്രെയിൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലാണ്. പക്ഷേ ആദ്യത്തെ ഒരു 24 മണിക്കൂറിൽ അത്ര ഇൻഫെക്ഷൻ സാധ്യത കുറവാണ്. അത് കാരണം നമ്മൾ ഇവരോട് ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. ചിലർക്ക് മരുന്ന് വെച്ചിട്ട് പ്രസവിക്കാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ മരുന്ന് വെപ്പിക്കും, പ്രസവിക്കാനായിട്ടുള്ള നമ്മൾ സ്റ്റെപ്സ് എടുക്കും. അതല്ല, ചിലരൊരു നാച്ചുറൽ പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഈ 24 മണിക്കൂറിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളു പരിശോധനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം ഈ പ്രൊട്ടക്റ്റീവ് ബാരിയറായി മെംബ്രെയിൻ ഇല്ലാത്തപ്പോൾ ഓരോ പ്രാവശ്യം ഉള്ളു പരിശോധിച്ചാൽ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലാകും. അപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള വജൈനൽ എക്സാമിനേഷനെ അന്നേരം ചെയ്യുകയുള്ളൂ. തന്നെ വേദന വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വേദനയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ സാധാരണ നമ്മളുടെ പോളിസി യൂഷ്വലി മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. കാരണം കൂടുതൽ വെയിറ്റ് ചെയ്താൽ ഇൻഫെക്ഷൻ്റെ റേറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ സാധാരണ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യും. അമ്മയുടെ ടെമ്പറേച്ചർ എല്ലാ ഒരു 4 മണിക്കൂർ കൂടുമ്പോഴും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. പൾസ് റേറ്റ് നോക്കും. എന്തെങ്കിലും ഒരു സിംറ്റംസ്, അവർക്ക് ബുദ്ധിമുട്ടോ വയറെടുത്ത് തൊടുമ്പോൾ വേദനയോ അങ്ങനെ ഇൻഫെക്ഷൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യില്ല, എത്രയും പെട്ടെന്ന് പ്രസവിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ്, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും നമ്മൾ മോണിറ്റർ ചെയ്യും. NST കുഞ്ഞിനെ ഓക്കെയാണല്ലോ എന്ന് അസസ് ചെയ്യാനുള്ള ആ ടെസ്റ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ അതിന് സാധാരണഗതിയിൽ വെള്ളം പോകുന്ന ഈ അവസ്ഥ 8 to 10% ആളുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള വെള്ളം പോകുന്നത് സാധാരണ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യുക. ായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.